നമ്മൾ കഴിഞ്ഞ ദിവസം ബേസ് ലെവലിൽ നിന്ന് നമ്മൾ മാത്സ് പഠിക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീരീസാണ് ആരംഭിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ബോർഡ് മാസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനോട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുമായിരിക്കും, അങ്ങനെ നമ്മൾ പഠിക്കാതെ എങ്ങനെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളതൊന്നും ചിന്തിക്കേണ്ട. ചിലപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ തരുന്ന 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യനൊക്കെ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാം. ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങളിൽ ചിലർക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ശരിയായില്ല എന്ന് വരും. എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ ബേസ് ഒന്നും ഇല്ലാത്തവർ തുടക്കത്തിലേക്ക് കയറി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ എങ്കിലും നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സൂക്ഷിച്ചിട്ട് വയ്ക്കുക. പറ്റുമെങ്കിൽ ഒരു ബുക്ക് സെപ്പറേറ്റ് എടുത്തിട്ട് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോകുക അതിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ടോപ്പിക് ഇങ്ങനെ പഠിച്ചിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ടോപ്പിക് കൂടി പഠിക്കും. അങ്ങനെ 2, 3, 4, 5 ടോപ്പിക്ക് നമ്മളിങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ വർക്കൗട്ട് ചെയ്ത് പോകും. നമുക്കൊരു ആവറേജ് ലെവലുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകും. വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കില്ല. നമ്മൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് സ്വയം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. കാര്യം നിങ്ങൾക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 1 ചെയ്യാൻ പറ്റും, പിന്നെ 2 ആവും, അത് 3 ആവും. അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും. ആ കോൺഫിഡൻസ് ലെവലാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൂടി ചെയ്തു പോകുന്നത്. അല്ലാണ്ട് ടോപ്പിക്ക് മാത്രം എടുത്ത് പോകാതെ അതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറോട് വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ ഓക്കെ ആയി വരണം, അതിനുവേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ നേരത്തെ പറയാനുള്ള കാര്യം, ഒരിക്കലും മനസ്സ് മടുത്ത് പോകരുത്. ചിലപ്പോൾ ഇന്ന് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്ന് കരുതിയിട്ട് മനസ്സ് മടിച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ മതിയാക്കുവാണ് എന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ നമുക്ക് ഹാപ്പി ആയിട്ട് നമുക്ക് നല്ല കോൺഫിഡൻസ് ലെവൽ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പഠിച്ചു പോയി നോക്കാം. ഈ ഒരു മെത്തേഡ് നമുക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. പറ്റുമെങ്കിൽ നമ്മൾ സെറ്റാവും, ഉറപ്പായിട്ട് സെറ്റാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് നമ്മൾ തുടങ്ങാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഇതിനോടൊപ്പം ടോപ്പിക്കിനോടൊപ്പം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ആരും ഞാൻ പറഞ്ഞതുപോലെ മനസ്സുമെടുക്കരുത്. കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മൾ പഠിച്ച് പോയി പുതിയ ബുക്ക് എടുത്ത്, പറ്റുമെങ്കിലാണ് ഞാൻ പറഞ്ഞത്, പുതിയ ബുക്കോ പേപ്പറോ ഒക്കെ എടുത്തിട്ട് പിൻ ചെയ്ത് വെച്ച് നമ്മൾ പ്രീവിയസിന് വേണ്ടി മാത്രം നമ്മൾ ബുക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ടോപ്പിക്ക് എഴുതി വരാം. അതൊക്കെ നമ്മൾ പഠിക്കുന്നത് എപ്പോഴും നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. ആ ഇഷ്ടം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കുമ്പോഴാണ് ഓക്കെ ആയി വരുന്നത് അങ്ങനെ പഠിക്കുക. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യൊന്നും വേണ്ട. ഓക്കെ, ഒരുപാട് കഥ പറഞ്ഞ സമയങ്ങളില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കാം എന്താണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഒരാൾ 3000 രൂപ 12% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ എല്ലാ മേഖലകളും പഠിച്ചു വേണം. ഇതൊരു പലിശയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നമ്മൾ പലിശയൊന്നും എത്തിയിട്ടില്ല, നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം മുമ്പ് നമ്മൾ വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ചിലർക്ക് നന്നായിട്ട് പലിശ അറിയാമെന്നുള്ളതായിരിക്കും, എല്ലാ ടോപ്പിക്കുകളും അറിയാവുന്നവരായിരിക്കും, ചിലർ ബിഗിനേഴ്സ് ആയിരിക്കും. സോ നമ്മൾ എപ്പോഴും ബിഗിനേഴ്സിനെ കൂടി ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ കൂടി ശ്രമിക്കണം. എല്ലാവരും, ഞാൻ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്നവരൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് 3000 രൂപ എന്ന് പറയുന്നത് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഈ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അവിടെ 12% പലിശ നിരക്കുണ്ട്. അവിടെ 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടുന്നതാണ് ചോദ്യം. ഇവിടെ കൂട്ടുപലിശയെന്നോ സാധാരണ പലിശയെന്നോ പറയുന്നില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങനെ കൺഫ്യൂഷൻ ആയി പോകരുത്. ക്വസ്റ്റ്യനിൽ പലിശയെക്കുറിച്ച് ഏത് പലിശ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് കൃത്യമായും സാധാരണ പലിശയായിരിക്കും എന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഇവിടെ സാധാരണ പലിശയാണ്. എങ്ങനെയാണ്, നമുക്ക് 1-2 മെത്തേഡുകളുണ്ട്. നമുക്ക് എല്ലാ മെത്തേഡും പഠിക്കണം. ട്രിക്ക് ഉണ്ടെങ്കിൽ ട്രിക്ക് പഠിക്കണം. എല്ലാം പഠിച്ചു തന്നെ പോകണം. നിങ്ങൾക്ക് ഏതാണോ മാക്സിമം ലോജിക്ക് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. പറ്റുന്ന മെത്തേഡൊക്കെ നമുക്ക് പറഞ്ഞു പോവാം. സമയമെടുക്കും, പതിയെ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരാൾ 3000 രൂപ എന്നാണ് പറയുന്നത്. നമുക്കറിയാം 12% പലിശ നിരക്ക് 2 വർഷം. നമുക്ക് പലിശ സാധാരണ പലിശ നിരക്ക് ഇക്വേഷൻ നമുക്കറിയാം. I=PNR/100 എന്നാണ്. ശരിയല്ലേ? I=PNR/100 എന്നാണ്. അപ്പോൾ P എന്ന് പറഞ്ഞാൽ മുതലാണ്, എത്ര രൂപ നിക്ഷേപിച്ചു അല്ലെങ്കിൽ വിഡ്രോ ചെയ്തു. N എന്ന് പറഞ്ഞാൽ വർഷമാണ്. R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T ഇട്ടൊക്കെ പഠിക്കും ടൈം വെച്ചിട്ട്. R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. N വരും T എടുക്കുന്നതിനുണ്ട് കേട്ടോ. എനിവേ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. പലിശ കണ്ടുപിടിച്ച് നോക്കാം. P എത്രയാണ്? 3000 രൂപയാണ്. N എത്ര വർഷം? 2 വർഷത്തേക്കാണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് N. R എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 12% അല്ലേ പറഞ്ഞിരിക്കുന്നത്? 12% പറഞ്ഞിരിക്കുന്നത്. അതും കൊടുത്തു /100. ഓക്കെ അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ പലിശ കണ്ടുപിടിക്കുകയാണ്. ഇത് കട്ട് ചെയ്ത് കളഞ്ഞേ. 0.205 വെട്ടിപ്പോയി. ഓരോ വെട്ടാൻ നിൽക്കണ്ട, ചറ പറയാൻ 2 വെട്ടി കളയണം. അത്രയേ ഉള്ളൂ. ഇനി മുകളിലുള്ളത് മാത്രം ഗുണിച്ചാൽ മതി. നോക്കി, 12 × 3 36, 36 × 2 72 ദാ ഈ 0 കൂടെ ചേരുമ്പോൾ 720 എന്ന് കിട്ടും. അപ്പോൾ പലിശ 720 പക്ഷേ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ 720 ഇല്ല. അതെന്താ കാര്യം? ചോദിച്ചിരിക്കുന്നത് 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുകയാണ് ചോദ്യം. ഓപ്ഷനിൽ 720 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആക്രാന്തം പേരത്ത് എന്തെഴുതും? 720. നമുക്ക് കിട്ടിയ ആ ഒരു സന്തോഷത്തേക്ക് 720 എഴുതും. തെറ്റാണ്. കാര്യം എന്താണ്? ചോദ്യം വ്യക്തമായി വായിച്ചോളുക.
അയാൾക്ക് 2 വർഷം കഴിഞ്ഞ് തിരികെ കിട്ടുന്ന തുകയാണ് ചോദ്യം, മുഴുവൻ തുകയാണ് ചോദ്യം. അയാൾ എത്ര രൂപ നിക്ഷേപിച്ചു? അയാൾ 3000 രൂപ നിക്ഷേപിച്ചു. നമ്മൾ 3000 രൂപ ഇട്ടിട്ട് നമ്മൾ ചെല്ലുമ്പോൾ പലിശ മാത്രം, നമ്മൾ മുഴുവൻ പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ പലിശ മാത്രം നമ്മൾ കൊണ്ടുപോകുമോ? നമ്മൾ കൊണ്ടുപോകത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയും നമ്മുടെ മുതൽ കൂടി കിട്ടണം. സോ അതുകൊണ്ട് മുതൽ 3000 രൂപയായിരുന്നു. അതുകൊണ്ട് 3000 + 720 3720 രൂപ തന്നാലേ അയാൾ പോവുള്ളൂ. സോ അയാൾ കിട്ടേണ്ട പൈസ എത്രയാണ്? 3720. നോക്കിയേ, ഏറ്റവും അവസാനത്തെ ഓപ്ഷനിലാണ് 3720 കിടക്കുക. ശരിയല്ലേ? അത് സെക്കൻഡ് ഓപ്ഷനായിട്ട് 720 കിടപ്പുണ്ട്, തെറ്റിക്കരുത്, ഓർത്തോളുക. ഇനി ഇത് നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഐ കണ്ടുപിടിച്ചു, കൂട്ടി. ഇതല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്. എങ്ങനെ അറിയാം? ഒറ്റ സ്റ്റെപ്പിൽ 3720 കിട്ടും. അങ്ങനെ പരിപാടിയുണ്ട്. അതിന് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. A = P × ഒന്നിൽ ഇങ്ങനെ പഠിക്കുക, 100 + Rn/100. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. നോക്കാം, അതുകൂടെ നോക്കാം. നിങ്ങൾക്ക് ഏതാ ബെറ്റർ വെച്ചാൽ അങ്ങനെ ചെയ്താൽ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് 3000 അല്ലേ, ഇൻറ്റു 100 + Rn. അതായത് Rn എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12. N എത്രയാ? N 2 അല്ലേ, നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ 12 × 2 24, 24 × 100 124, സോറി പ്ലസ് അല്ലേ, /100. കണ്ടോ, വെട്ടിപ്പോയി. ഇതിന് ഗുണിച്ച് നോക്കി, ഒരു 0 റൈറ്റ് സൈഡിൽ കിടക്കും. 4 × 3 12, 1 ശിഷ്ടം, 3 × 2 6, 1 7, 1 3 3720. കണ്ടോ, ഒറ്റ സ്റ്റെപ്പിൽ അങ്ങനെയും കിട്ടും. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് വലിയ നമ്പർ വരുമെന്നേ ഉള്ളൂ. 2 രീതിയിലും ചെയ്യാം. അപ്പോൾ രണ്ടും ഒന്ന് പഠിച്ച് വെച്ചേക്കണ്ടേ? പഠിച്ച് വച്ചേക്കണം എന്നാണ് എൻ്റെ സാരം അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 1:2 ആണെങ്കിൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? നോക്കാം നമുക്ക്. അപ്പോൾ എന്താ പറയുക? അപ്പോൾ എന്തെങ്കിലും ഇക്വേഷൻസ് അറിയണം കേട്ടോ. ആദ്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കാണില്ല, അറിയുന്നവരുണ്ടാവും. ഞാൻ അവരെ താഴ്ത്തി പറയുന്നതല്ല കേട്ടോ, ഞാൻ ബാക്കിയുള്ളവരെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഇക്വേഷൻ കിട്ടും, അതൊക്കെ അങ്ങ് പഠിച്ചോളുക, ഇപ്പോഴും പഠിച്ചോളുക. നോക്കിയേ, ജോമെട്രി ബന്ധപ്പെട്ട് 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 1:2 ആണ്. അപ്പോൾ അർദ്ധഗോളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെമിസ്ഫിയർ ആണ് അല്ലേ, അർദ്ധഗോളങ്ങളുടെ ആരങ്ങളുടെ തമ്മിലുള്ള അംശബന്ധം 1:2. സോ R1:R2 നമുക്ക് കൊടുക്കാം. എത്രയാണ്? 1:2. R1:R2. അതായത് ഒന്നാമത്തെ അർദ്ധഗോളത്തിൻ്റെ ആരം R1ഉം രണ്ടാമത്തെ അർദ്ധഗോളത്തിൻ്റെ ആരം R2 നമ്മൾ എടുക്കുകയാണ്. സോ R1:R2 1:2. അവിടെ നിൽക്കട്ടെ. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കാം. അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എന്തെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എന്ത് ചെയ്യാം? R1 കറസ്പോണ്ടിങ് ആവുന്ന സാധനം എന്താ? 1 ആണ്. സോ നമുക്ക് R1 = 1x എന്ന് എടുക്കാം. സാധാരണ R2 എടുക്കുന്നത് പോട്ടെ, 1x മീൻസ് x. R2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2x. ഓക്കെ, ഞാൻ അങ്ങനെ എടുക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ. എങ്കിൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്തെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഉപരിതല വിസ്തീർണം. നമുക്ക് CSA ആണ്, നമുക്ക് സർഫസ് ഏരിയ ഇങ്ങനെ എടുക്കാം, S1 എടുക്കാം. S1:S2 ആണ് ചോദ്യം അല്ലേ. എന്തിൻ്റെ? ഹെമിസ്ഫിയറിന്, അർദ്ധഗോളങ്ങളുടെ എന്തിൻ്റെ ഉപരിതല വിസ്തീർണം തമ്മിലുള്ള അംശം. ഉപരിതല വിസ്തീർണം അല്ലേ പറയുന്നത്, ഉപരിതല വിസ്തീർണം. അപ്പോൾ അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എന്താണ്? അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് TSA എന്ന് പറയുന്നത്, ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 3πr² ആണ്. കാണാതെ പഠിച്ചോളുക. ഒരു ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 4πr²ഉം ഒരു അർദ്ധഗോളത്തിൻ്റെ 3πr² ആണ്. നമുക്ക് എങ്ങനെ വന്നു നമുക്ക് ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ 3πr² ആണ്. അപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്? 2 അർദ്ധഗോളങ്ങളില്ലേ? എനിക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? A:B നമുക്ക് എങ്ങനെ എഴുതാം? A/B എന്ന് എഴുതാം. അപ്പോൾ S1:S2 നമുക്ക് എങ്ങനെ എഴുതാം? S1/S2 എന്ന് എഴുതാം. എന്താ S1? സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഒന്നാമത്തെ കോളത്തിന് സർഫസ് ഏരിയ. S2 എന്താ? രണ്ടാമത്തെ കോളത്തിന് സർഫസ് ഏരിയ. അപ്പോൾ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം 3πr². അപ്പോൾ ഒന്നാമത്തേന്ന് കാണിക്കാൻ നമ്മൾ എന്ത് കൊടുക്കും? 3πr1². താഴെ എന്ത് കൊടുക്കും? 3πr2². കണ്ടോ, ഈ 3π എന്തുകൊണ്ട് പൈക്ക് കൊടുത്തില്ല? പൈ ഒരു കോൺസ്റ്റന്റ് ആണ്, എപ്പോഴും ഫിക്സഡ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കാത്തത്. ഓക്കെ അല്ലേ? സോ ഇത് മനസ്സിലായെന്ന് എനിക്ക് സംശയമാണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാര്യം ഈ S1:S2 നമ്മൾ എഴുതിയ സർഫസ് ഏരിയയുടെ അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? S1/S2 എന്ന് എഴുതാം. കാര്യം A:B എന്ന് പറഞ്ഞാൽ A/B ആണ്. S1 പറഞ്ഞാൽ എന്ത് കൊടുത്തു? 3πr² എന്ന് കൊടുത്തു. എന്തുകൊണ്ട് R1 കൊടുത്തു ചോദിച്ചാൽ അത് ഒന്നാമത്തെ സർഫസ് ഏരിയ ആണ്. അടുത്തത് രണ്ടാമത്തെ, സോ R2². അപ്പോൾ ഈ 3π വെട്ടിപ്പോയിട്ട് ബാക്കി ആരുണ്ട്? R1²/R2². R1² എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ സ്ക്വയർ? X-ന്റെ സ്ക്വയർ ബൈ R2² എന്ന് വെച്ചാൽ 2x-ന്റെ സ്ക്വയർ. നിങ്ങൾ തെറ്റിച്ച് ഇങ്ങനെ എഴുതും കണ്ടോ, ചിലരൊക്കെ ഇങ്ങനെ എഴുതും 2x². 2x² എന്താ പ്രശ്നം? 2x-ന്റെ സ്ക്വയർ 2x². തെറ്റാണ്. എന്താണ് തെറ്റ്? 2x² ആണ്. കാര്യം R2-ന്റെ മൊത്തം സ്ക്വയർ അല്ലേ, R2 എന്ന് പറഞ്ഞാൽ 2x അല്ലേ, മൊത്തം സ്ക്വയർ 2x-ന്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? x²/2x-ന്റെ സ്ക്വയർ എന്ത് വരും? 4x². കാര്യം 2-ന്റെ സ്ക്വയർ കൊടുക്കണം, x-ന്റെ സ്ക്വയർ കൊടുക്കണം. അപ്പോൾ നോക്കി x² വെട്ടിപ്പോയി, ബാക്കി 1/4 എന്നാണ്. നമുക്കേ
ഈ എ ഈസ് ടു ബി എ ബൈ ബി എഴുതെങ്കിൽ എ ബൈ ബി എ ഈസ് ടു ബി എന്ന് എഴുതിക്കൂടെ? സോ 1/4 നമുക്ക് എഴുതാം, 1:4 എന്ന് എഴുതാം. സോ റേഷ്യോ 1:4. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ, സെക്കൻഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് 1:4 എന്ന് പറയുന്ന ഓപ്ഷൻ. ക്ലിയർ അല്ലേ? ആദ്യമേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. സാരമില്ല, ശരിയാവും. നമുക്ക് കുറച്ച് 2-3 ഇക്വേഷൻസ് മനസ്സിലായില്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇക്വേഷൻസ് എങ്കിലും നമുക്ക് ഓർമ്മ വരും. ചിലപ്പോൾ ചെയ്യാനുള്ള മെത്തേഡ് നമുക്ക് ഓർമ്മ വരണം എന്നില്ല, നമുക്ക് ഇക്വേഷൻസ് എങ്കിലും ഓർമ്മ വരും. അപ്പോൾ അതാണ് നമ്മൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുക. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ അറിയാമോ ഇല്ലയോ ഒന്നും നിങ്ങൾ നോക്കണ്ട, ഒന്നുമില്ല, നിങ്ങൾക്ക് സ്റ്റെപ്പൊക്കെ മനസ്സിലായി, ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായി, പക്ഷേ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? അത് മതി. നമുക്ക് ഇപ്പോൾ ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സെറ്റായി വരും. ഒരു 3-4 ടോപ്പിക് കഴിയട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് മാറി വരും. അത് ഉറപ്പാണ്, നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ കഥ പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇടയ്ക്ക് നിങ്ങൾ ഡൗൺ ആവണമെങ്കിൽ മാത്രമാണ് ചെറിയൊരു മോട്ടിവേഷൻ ഇല്ല ഞാൻ പറയുന്നത്. അത് മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതൊന്നും എനിക്കറിയില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറയുന്നത്? SSLC പരീക്ഷയിൽ 11 കുട്ടികളുടെ മാർക്കുകൾ 38, 30 സംതിങ് ഒരു നീണ്ട നിര തന്നിട്ടുണ്ട്. അയാൾ മാർക്കുകളുടെ മീഡിയൻ എന്തെന്നാണ് ചോദ്യം. മീഡിയൻ, മധ്യമം എന്ന് മലയാളത്തിൽ പറയും, മീഡിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യകളെ അതിൻ്റെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്, ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുകയോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുകയോ ചെയ്തതിന് ശേഷം അതിൻ്റെ മിഡിൽ മോസ്റ്റ് വരുന്ന ടേം, മധ്യഭാഗത്ത് വരുന്ന ടേം, അതിനെയാണ് നമ്മൾ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ആദ്യം അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യണം? നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് ഒന്നുകിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്ങിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നമുക്ക് ആ സംഖ്യകളൊന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമുക്ക് എഴുതാം. എനിക്ക് നോക്കുമ്പോൾ ഏതൊക്കെയാണെന്ന് അറിയില്ല, എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാണ്. ഏറ്റവും ചെറുത് എനിക്ക് തോന്നുന്നു 20 ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഏറ്റവും ചെറുത് 20 ആണ്. ഞാനിവിടെ എഴുതാണ് 20. ഓക്കെ, ഏറ്റവും ചെറുത് 20 ആണ്. ദെൻ റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ എഴുതണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് നമ്പർ എനിക്ക് തോന്നുന്നു 24 ആണെന്ന് തോന്നുന്നു. 24 എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു 24. സോ ആ 24 നമ്മൾ എഴുതണം. മനസ്സിലായില്ലേ? ദെൻ പിന്നെ വരുന്നത് 24 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 27 ആണെന്ന് തോന്നുന്നു. ഏതെങ്കിലും 25 ഉണ്ടല്ലേ? 25 ഉണ്ട്, ഇതിന് 27 ഉണ്ട്. ഒരു 27 ഉള്ളൂ. ഇതിന് നെക്സ്റ്റ് 28. ഞാൻ എഴുതാൻ നോക്കണ്ട കേട്ടോ, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. അപ്പം ഞാൻ എഴുതുന്ന തെറ്റുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാനിത് നോക്കിയിരിക്കേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിക്കോളൂ. ഒന്ന് ചെറുതിൽ നിന്ന് വല്ലിലേക്ക് എഴുതിയാൽ മതി. ദെൻ 28 വരെ നമ്മൾ എഴുതിയല്ലേ? സോ 27, 28 എഴുതി. ഇനി ഉള്ളത് ദെൻ 30 ഉണ്ടോ? 30 ഉണ്ടല്ലേ? 30 ഉണ്ട്. ദെൻ 31 ഉണ്ടോ? 31 ഇല്ല, 32 ഉണ്ടല്ലേ? 32 ഉണ്ട്. ദെൻ 33 ഉണ്ട്. ദെൻ 34 ഇല്ലാന്ന് തോന്നുന്നു. ദെൻ 35 ഇല്ല, 36 ഉണ്ട്, 38 ഉണ്ടല്ലേ? എത്ര നമ്പർ നമ്മുടെ കയ്യിൽ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 നമ്പർ. ശരിയാണോ 11 നമ്പർ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 നമ്പറാണ് കിടക്കുന്നത്. ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ 11 വരാം, ചിലപ്പോൾ 12 വരാം. അത് ഞാൻ 11ൻ്റെ കേസ് പറയാം. ഇതിൻ്റെ മധ്യഭാഗത്ത് വരുന്നത് എന്താ ചെയ്യുന്നത്? നമ്മൾ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ അറിയാമോ? ഒന്നുകിൽ എണ്ണം. ആദ്യം ഞാൻ എളുപ്പമുള്ള ട്രിക്ക് പറയാം. നോക്കി, ഈ ഫസ്റ്റും വെട്ടുക, ലാസ്റ്റും വെട്ടുക. നെക്സ്റ്റ് ഇത് വെട്ടുക, 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 ഇത് വെട്ടുക. ലാസ്റ്റ് ഇത് വെട്ടിട്ട് കഴിച്ച് പോകരുത്. ഇതാണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഇസ് 28. ഓപ്ഷൻ ഉണ്ടോ? 28 ഉണ്ട്. കണ്ടോ? ഇതാണ് മധ്യമം എന്ന് പറയുന്നത്. എളുപ്പമാണ്. ഓക്കെ അല്ലേ? ഇനി ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇക്വേഷൻ ഉണ്ട്. n+1/2 എന്നും n/2+1 അങ്ങനെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് പിന്നീട് പഠിക്കും. ഇപ്പം നമുക്ക് തൽക്കാലം ഇത് മതി. ഓക്കെ, ഇനി ഒരു സംശയം കൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാം. ഇൻ കേസ് ഇവിടെ എത്ര സംഖ്യകൾ വന്നു? 11 സംഖ്യകൾ വന്നു. അതായത് സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയായിരുന്നു അല്ലേ? സംഖ്യകളുടെ എണ്ണം ചിലപ്പോൾ ഇരട്ട സംഖ്യ വരും. എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ 5, 11, ചെറിയ നമ്പർ എഴുതാം അല്ലേ? 7, ദെൻ 9, 10, 11, ദെൻ 14 ഇങ്ങനെ നടന്നു വിചാരിച്ചോളൂ. നമ്മൾ ഓർഡറിനെ കിടക്കുന്നത് ഒന്ന് വെട്ടുകയാണ് കേട്ടോ. ഇത് വെട്ടി, ഇത് വെട്ടി, ഇത് വെട്ടി, ഇത് വെട്ടി. കണ്ടോ? മിഡിൽ 2 വന്നില്ലേ? 9, 10. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത് 9 + 10 കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് കിട്ടിയ സംഖ്യയുടെ ആവറേജ് എടുക്കുക, ശരാശരി എടുക്കുക. അതായത് 19/2 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ 9.5 അല്ലേ? അത്രയേ ഉള്ളൂ. അതാണ് പരിപാടി. അപ്പോൾ മിഡിൽ ഒരെണ്ണേ ഉള്ളൂങ്കിൽ അത് തന്നെയാണ് മധ്യമം. മിഡിൽ 2 വന്നാൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേ. അടുത്ത ക്ലോക്കാണ്. മെൻ്റൽ എബിലിറ്റി ചോദ്യമാണ്. ഒരു ക്ലോക്കിൽ സമയം 8:20 PM. PM ഒക്കെ എവിടെ പോട്ടെ എങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എന്ത്? ഇത് ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ എളുപ്പവഴിയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നത്, ഇക്വേഷൻ വെച്ച് ചെയ്യുക. ഞാനൊരു എളുപ്പവഴിയോടെ പറയാം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കാം. നോക്കിയേ, 8:20 ആണ് പറയുന്നത്. 8:20 ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. നമുക്ക് ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റിനും അതിന് വേണ്ടി പറഞ്ഞങ്ങ് പോവുകയാണ്. അതുമായിട്ട് ഏറ്റവും അടുത്ത സാധനങ്ങളോട് പറഞ്ഞു പോകും. അല്ലാണ്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല. അപ്പോൾ നോക്കി, ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുന്ന എളുപ്പമെന്ന് അറിയാമോ? നമ്മൾ ഈ 8 അതുപോലെ എടുത്ത് എഴുതുക.
ഇതൊന്നും എളുപ്പവഴിയല്ല, ഇക്വേഷൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 8 അതുപോലെ എഴുതി. ഇനി ഈ മിനിറ്റ് എത്രയാണ്? 20 മിനിറ്റ് അല്ലേ? ഒരു ക്ലോക്കിനകത്ത് 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ സൂചി എവിടെ ആയിരിക്കും നിൽക്കുന്നത്? 4-ലായിരിക്കും നിൽക്കുന്നത് അല്ലേ? അപ്പോൾ 20 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ അക്കം ഏതാണ്? 4ആണ്. അതങ്ങ് എഴുതേണ്ടോ. കത്തി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. സോ ആദ്യം 8 അതുപോലെ എഴുതി. ദെൻ 20നെ സൂചിപ്പിക്കുന്ന അക്കം ഏതാണെന്ന് നോക്കി 4ആണ്. അത് അതുപോലെ അങ്ങ് എഴുതി. പ്രശ്നമില്ലല്ലോ, പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ട എന്താണ്? ഇത് തമ്മിൽ അങ്ങ് കുറയ്ക്കണം. കിട്ടിയ ഉത്തരം എന്തുമായിക്കൊള്ളട്ടെ അതിനെ 30 കൊണ്ട് ഗുണിക്കണം എല്ലാ ക്വസ്റ്റ്യനിലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? 8 അതുപോലെ എഴുതി. 20നെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ അക്കം എഴുതി. ആ കിട്ടിയ ആൻസറിനെ 30 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. ഈ കിട്ടിയ ആൻസറിനോടൊപ്പം ഒരു സാധനം കൂടെ കൂട്ടാനുണ്ട്. ഇവിടുത്തെ മിനിറ്റ് എന്താണോ അതിൻ്റെ പകുതി കൂട്ടണം. 20 ആയതുകൊണ്ട് ഒരു പകുതിയും കൂട്ടണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്രയേ ഉള്ള എന്ന് നിങ്ങൾ ചോദിക്കും. അങ്ങനെയല്ല, നമുക്ക് പഠിച്ച എളുപ്പമാണ്. 8 അതുപോലെ എഴുതി. ഈ മിനിറ്റിനെ സൂചിപ്പിക്കുന്ന അക്കം എഴുതി, തമ്മിൽ കുറച്ചു, കിട്ടിയ ആൻസറിനെ 30 കൊണ്ട് ഗുണിക്കുന്നു, അതിനോടൊപ്പം മിനിറ്റിൻ്റെ പകുതി കൂട്ടുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞു. അടുത്ത ക്വസ്റ്റൻ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇക്വേഷൻ ചെയ്തു തരാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഇക്വേഷൻ കൂടെ പറഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളാം. ഇക്വേഷനോടെ ഞാൻ പറഞ്ഞു പോകാം. ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് പറയുകയാണെന്ന് നോക്കാം. നോക്കിയേ, ഇതെന്ത് വരും? 8 - 4 4 അല്ലേ? 4 × 30 120 അല്ലേ? 120 + 10 130. എളുപ്പമല്ലേ? 8 - 4 ബ്രാക്കറ്റിനകത്ത് നമ്മൾ ബോഡ് മാസ്, അതാണ് ഇത് ബോഡ് മാസ് ആണ് കാര്യം. ബ്രാക്കറ്റ് ആദ്യം ചെയ്യുന്നു, പിന്നെ ഇൻറ്റു ചെയ്യുന്നു, പ്ലസ് ചെയ്യുന്നു. ബോഡ് മാസ് ആണ്. അപ്പോൾ ബോഡ് മാസ് ഇവിടെ വന്നേ, നമ്മൾ പഠിച്ച ബോഡ് മാസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 × 30 120 + 130 ആൻസർ ഉണ്ടോ? 130 ഡിഗ്രി സെക്കൻഡ് ഓപ്ഷൻ ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ഇത് ഇക്വേഷൻ വെച്ചും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇക്വേഷൻ വെച്ച് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ? നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. 60H അല്ലാതെ പഠിക്കുന്നുണ്ട്. -11m/2 ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, സോ എന്താ പരിപാടി? 60 കൊണ്ട് അവറിനെ മൾട്ടിപ്ലൈ. ഇതിപ്പോൾ ഇത് അവറും ഇത് മിനിറ്റും അല്ലേ? സോ അവറിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് 60 × 8 6 × 48 480 അല്ലേ? മൈനസ് 11 × മിനിറ്റ് 11 കൊണ്ട് മിനിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 11 × 20 അതായത് 220. കണ്ടോ, /2 അല്ലേ? അപ്പോൾ 480 - 220 കുറയ്ക്ക് നോക്കിയാൽ 0, 8 6 2 260/2 എന്ന് പറഞ്ഞാൽ എത്ര? 130 ഡിഗ്രി. കുറച്ചുകൂടെ കൊള്ളാം അല്ലേ ഇക്വേഷൻ പഠിച്ചാലേ? സോ നിങ്ങളുടെ ഇഷ്ടം. ഇക്വേഷൻ കൂടെ മെമ്മറൈസ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെയാണോ ചെയ്യാം. ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇക്വേഷൻ വെച്ചും ചെയ്യാം. ഓക്കെ അല്ലേ? വേറെ ഇക്വേഷൻസ് ഒക്കെ ഈ ഇക്വേഷൻ തന്നെ മാറ്റി പഠിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു സംഭവമാണ്. ദേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 5ാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ടുള്ള പരിചയമുള്ള ക്വസ്റ്റ്യൻ. എവിടെ നിന്ന് വന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ബോർഡ് മാസ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്ക് വന്നേ ഇതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനിയും ഓരോ ടോപ്പിക്ക് കഴിയുന്തോറും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച ഓരോ സാധനമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സാധനമാണല്ലോ, ഇതാ വന്നല്ലോ, അങ്ങനെ തോന്നും. അങ്ങനെ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രീവിയസ് കൂടെ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്, ചെയ്യുകയാണ് കേട്ടോ. നോക്കിയേ, എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എന്തേ പറഞ്ഞിരിക്കുന്നത്. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? 12 പ്ലസ് ഒരു ബ്രാക്കറ്റ് ഉണ്ട് 17 - 12. ഇനി എന്തിട്ടാലും നമ്മൾ ചെയ്യും, കാര്യം നമ്മൾ അത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചു ചെയ്യുകയാണ്. -12 × 3 ദെൻ +72 / 8. കുറേ നിങ്ങൾ തന്നിരിക്കുക ക്വസ്റ്റ്യൻ. PSC ഇനി എന്ത് തന്നാലും ബോർഡ് മാസം നമ്മൾ ചെയ്യും. കാര്യം ബോർഡ് മാസം നമ്മൾ അത്രയും ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ നാളെ ഇനി കുറച്ചുകൂടെ പഠിക്കാനുണ്ട് നമുക്ക് അടുത്ത ദിവസം. അത് പ്രീവിയസ് കൂടെ വർക്കൗട്ട് ചെയ്ത് ഗ്രൂപ്പിൽ, നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി ഏത് വന്നാലും ചെയ്യും. ഇതൊക്കെ നിങ്ങൾ ചുമ്മാ ചെയ്യും അല്ലയോ? ഒന്ന് നോക്കിയേ, എന്താ പരിപാടി? ബ്രാക്കറ്റ് ആദ്യം ചെയ്യും, ശരിയല്ലേ? ഇപ്പോൾ 12 നമുക്ക് ചെയ്ത് പോവാം. 17 - 12 അല്ലയോ? ആണ്. 17 - 12 എത്രയാണ്? 5 ആണല്ലേ? അപ്പോൾ അത് എഴുതി വെച്ചു. ഇനി ഇതല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്? അത് 9 അല്ലേ? 9. അപ്പോൾ ഈ ബാക്കി നോക്കി. ഇനി ഏതാ ചെയ്യുന്നത്? 12 + 5 × 3 15 അല്ലേ? +9 അല്ലേ? 12 15 27 9 36 ഉണ്ടോ നോക്കിയേ. ഓപ്ഷനകത്ത് 36 ഉണ്ട്. സോ കിട്ടി, ശരിയല്ലേ? അടുത്തൊരു ചോദ്യം നോക്കിയേ. അത് കോഡിങ് ആൻഡ് ഡീകോഡിങ് ആണ്. ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്നതിനകത്ത് അത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ അല്ലേ? വൈറ്റിനെ നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നു? വൈറ്റിനെ എഴുതിയിരിക്കുന്നത് ZK then LWH എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ ചോദ്യം എന്താണ്? നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ബ്ലാക്കിന് എങ്ങനെ എഴുതുന്നതാണ് അല്ലേ? ബ്ലാക്ക്, ഇതാണ് ചോദ്യം. നമുക്ക് നോക്കാം അല്ലേ? നോക്കിയേ, എന്താ പ്രത്യേകത? ഈ W Z ആയിട്ട് മാറി, H K ആയിട്ട് മാറി, I L ആയിട്ട് മാറി, T W ആയിട്ട് മാറി, E H ആയിട്ട് മാറി. അപ്പോൾ എന്താ പ്രത്യേകത?
ഡബ്ല്യു ഇസഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു കഴിഞ്ഞിട്ട് ഡബ്ല്യു എങ്ങനെ വരാം, ഡബ്ല്യു കഴിഞ്ഞിട്ട് എക്സ് വൈ ഇസഡ്. അപ്പോൾ ഡബ്ല്യു കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്ററാണ് വന്നേക്കുന്നത് അല്ലെ, മൂന്നാമത്തെ ലെറ്ററാണ് ഇസഡ്. ഇത് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കി. എച്ച് കഴിഞ്ഞിട്ട് ഐ ജെ കെ, മൂന്നാമത്തേനാണ് കെ. ഐ കഴിഞ്ഞിട്ട് ജെ കെ എൽ, മൂന്നാമത്താണ് എൽ. ശരിയാണ്, എല്ലായിടത്തും ഫോളോ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അത് തന്നെ ഇവിടെ നോക്കിയാൽ പോരെ. എങ്ങനെ നോക്കും? ബി കഴിഞ്ഞിട്ട് സി ഡി ഇ. സോ ഇ ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നീട് അങ്ങോട്ട് ചെയ്യാൻ ഒരു സന്തോഷം കിട്ടിയില്ലേ നമുക്ക്, കാര്യം നമുക്ക് ഐ ഡി കിട്ടി. അപ്പോൾ ബാക്കി ചെയ്യാനുള്ള സന്തോഷം വന്നു. സന്തോഷിക്കേണ്ട, സമയം കളയരുത്. നമ്മൾ നേരെ ഓപ്ഷനിലേക്ക് നോക്കണം. ഓപ്ഷൻ നോക്കി ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ എങ്കിൽ നമുക്ക് അത് അപ്പോഴേക്ക് ചൂസ് ചെയ്യാം. അടുത്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടല്ലേ. നമ്മൾ നോക്കുകയാണ് ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അവസാനത്തെ മാത്രമേ ഉള്ളൂ ഡി ഓപ്ഷൻ. സോ ഇനി അങ്ങോട്ട് ചെയ്യേണ്ട, ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഡി ആണ് ആൻസർ. അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്തേക്ക് വരികയാണ്. ഒറ്റയാനെ കണ്ടെത്തുക. നോക്കി ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 59, 73, ദെൻ പിന്നെ അതാണ് 87, സോ 47 അല്ലേ. ഇതിനകത്ത് സിമ്പിളായിട്ട് പറയാം, നോർമലി തരുന്ന സംഖ്യകളെല്ലാം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്? അഭാജ്യവും ഭാജ്യവുമാണ്. പ്രൈമോ കോമ്പോസിറ്റോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഏതാണ് ഇത്. 8, 7, 15 കൂട്ടുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 3ന്റെ മൾട്ടിപ്പിളായിട്ട് കിട്ടും. ബാക്കി ഒരു സംഖ്യയും ഭാജ്യസംഖ്യയല്ല, അഭാജ്യസംഖ്യകളാണ്. ഇത് അഭാജ്യമാണ്, ഇത് അഭാജ്യമാണ്, ഇത് അഭാജ്യം. എന്താ അഭാജ്യം? ഈ സംഖ്യക്ക് 2 ഘടകങ്ങളെ കാണുള്ളൂ. 1 59, ഇതിൽ 1 73, ഇതിൽ 1 47. വേറെ ഘടകങ്ങൾ ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇതിന് വേറെ ഘടകങ്ങളുണ്ട്. 1 ഉണ്ട്, 3 ഉണ്ട്, ദെൻ ഇനി അടുത്ത സംഖ്യയാണ്, വേറെ സംഖ്യകളുണ്ടാവും, 87 ഉണ്ടാവും. അപ്പോഴേ എന്താണ്? ഇതെന്താണ്? ഭാജ്യമാണ്. സോറി, ഇത് അഭാജ്യമായിട്ട് മാറും. ബാക്കി 3 അഭാജ്യമാണ്. അപ്പോൾ ഇതിൽ ആൻസർ എന്താണ്? ഭാജ്യസംഖ്യയായ 87 ഒറ്റ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അഭാജ്യസംഖ്യകളാണ്. കൺഫ്യൂസിങ് ഇല്ലെന്ന് വിചാരിക്കുന്നു. പക്ഷേ വലിയ സംഖ്യയാകുമ്പോൾ ഈ ഭാജ്യവും അഭാജ്യവും കണ്ടെത്തുന്ന ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പരിപാടി നടക്കുള്ളൂ. ഒന്ന് കൂട്ടി നോക്കുക. 15. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിളാണ്. നിശേഷഹരണ പ്രക്രിയയാണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ തരാം കേട്ടോ. അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നേരത്തെ കാര്യമായിട്ട് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ കുറച്ച് സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോയത്, മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു പോകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രാമു തൻ്റെ ഓഫീസിൽ നിന്ന് കിഴക്കോട്ട് 40 മീറ്റർ നടക്കുന്നു. ഇതെന്താണ്? ദിശയാണ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ദിശ അങ്ങ് വരച്ചിടാം. ഓക്കെ ആണല്ലോ. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഇതാണ് ദിശ. ദിശ കറക്റ്റ് പഠിച്ചോളാം. ഓക്കെ, അത് പഠിച്ചു വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്? രാമു തൻ്റെ ഓഫീസിൽ നിന്നും കിഴക്കോട്ട് 40 മീറ്റർ നടക്കുന്നു. രാമുവിൻ്റെ ഓഫീസ് ഇവിടെയാണെന്ന് വിചാരിക്കുക. രാമു കിഴക്കോട്ട് 40 മീറ്റർ സഞ്ചരിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് വലത്തോട്ട് 8 മീറ്റർ. ഇങ്ങനെയാണ്. അപ്പം ഞാൻ നിൽക്കുന്ന പോലെയാണ് രാമു നടന്നു പോകുക. അപ്പോൾ വലത്തോട്ട് എന്ന് പറയുന്നത് അങ്ങോട്ട് പോകും അല്ലേ, ഇങ്ങോട്ടായിരിക്കും വലത്തോട്ട് 8 മീറ്റർ. ശരിയല്ലേ. ദെൻ ശേഷം വീണ്ടും വലത്തോട്ട് തിരിയുന്നു. രാമു ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ട് ഫേസ് വെച്ചുകൊണ്ട് വരുന്ന രാമുവിൻ്റെ വലത്തോട്ട് ഇങ്ങോട്ടായിരിക്കും. ശരി, അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? 25 മീറ്റർ നടക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഇത് എവിടെ എത്തില്ല. ഈ 40ൻ്റെ അടുത്ത് എത്തില്ല, ഇത്രയും ദൂരം എത്തില്ല. അതിൻ്റെ കുറച്ചുകൂടെ നിൽക്കുന്നില്ല. കാര്യം ഇത് മൊത്തം 40ആണ്. അപ്പോൾ 25 നടക്കുന്നുള്ളൂ. സോ എൻ്റെ പകുതി അടുപ്പിച്ചൊക്കെ വരുള്ളൂ. ശരിയല്ലേ. നടക്കുന്നു. എങ്കിൽ രാമു തൻ്റെ ഓഫീസിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണ് എന്നാണ് ചോദ്യം. അതായത് ഈ അകലമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ. സോ ഇത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. നമുക്ക് നോക്കി ഈ അകലം കിട്ടണമെങ്കിൽ ഇത് ഈ മട്ടത്രികോണമാക്കി ചെയ്യുന്ന ചോദ്യങ്ങളാണ്. നമുക്കിത് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. ഇത് 8 ആയതുകൊണ്ട്, ഈ അകലം 8 ആയതുകൊണ്ട് ഇതും എന്തായിരിക്കും? 8 ആയിരിക്കും. ഇത് 25 ആയതുകൊണ്ട് ഇത് ഇവിടെ ഭാഗം, ഇത്രയും ഭാഗം 25 ആയിരിക്കും. ശരിയല്ലേ. എങ്കിൽ ബാക്കി 15 ആയിരിക്കൂലേ. ബാക്കി 15 ആയിരിക്കും. കാര്യം മൊത്തം 40 അല്ലേ. അല്ല, ഇത് 25 ആയാലും 25, ഇവിടെ 15. അപ്പോൾ ഈ ഒരു ത്രികോണം നിങ്ങൾ നോക്കി. ഈ ത്രികോണം എടുത്ത് കഴിഞ്ഞാൽ ഒരു മട്ടത്രികോണം അല്ലേ. ഇത് കർണമല്ലേ, അതിൻ്റെ കർണം. ശരിയല്ലേ. അപ്പോൾ ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം കണ്ടുപിടിക്കും. നമുക്കറിയാം പൈതഗോറസ് തിയറം അനുസരിച്ച് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ പാദം ഏതാണ്? 15ൻ്റെ സ്ക്വയർ 225 പ്ലസ് ലംബം സ്ക്വയർ 8ൻ്റെ സ്ക്വയർ. സോ 64 എന്ന് എഴുതാം ഒറ്റ സ്റ്റെപ്പിൽ. 64. അപ്പോൾ 225ഉം 64ഉം എന്ത് വരും നോക്കാം. 9, 6, 2, 8, 289. എന്തിൻ്റെ സ്ക്വയർ? കർണത്തിൻ്റെ സ്ക്വയർ. എങ്കിൽ കർണം എത്രയാണ്? കർണം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 289. സ്ക്വയർ അപ്പുറത്തും റൂട്ടായി. അതിൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എങ്കിൽ നമുക്കത് മതി. സ്ക്വയർ അപ്പുറത്തും റൂട്ടായി എന്തിനു പഠിച്ചാൽ മതി. എത്രയായത്? 17ൻ്റെ സ്ക്വയർ ആണ്. സോ ആൻസർ ഈസ് 17 മീറ്റർ. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. യെസ്, 17 മീറ്റർ ആണ് ഓപ്ഷൻ. ശരിയല്ലേ. പ്രശ്നമില്ലല്ലോ. ഡൺ. അത്രയേ ഉള്ളൂ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ
അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് വരിയും നിരയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കാം എന്താണ്. ഒരു ക്യൂവിൽ ദീപ പിന്നിൽ നിന്ന് 9-മതും മുന്നിൽ നിന്ന് 7-മതുമാണെങ്കിൽ എത്ര പേർ ക്യൂവിലുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ ക്യൂവിൽ കണ്ടുപിടിക്കാനുള്ള ഒരു കോഡുണ്ട്. എന്താണ്? ടോട്ടൽ ഈസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ -1 അല്ലേ? MB -1 എന്താണ്? മുന്നിൽ പ്ലസ് പിന്നിൽ -1. അപ്പോൾ ടോട്ടൽ ഈസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ -1. മുന്നിൽ നിന്ന് എത്രാമതാണ്? മുന്നിൽ നിന്നും 9-മത് അല്ലേ? സോറി, പിന്നിൽ നിന്ന് 9-മതും മുന്നിൽ നിന്ന് 7-മത്. മുന്നിൽ നിന്ന് 7-മത്, പിന്നിൽ നിന്ന് 9-മത്. -1. അപ്പോൾ 7 9 16, 16 -1 15. ടോട്ടൽ എത്ര പേരുണ്ട്? 15 പേരായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓപ്ഷനിൽ 15 നോക്കി, ഓപ്ഷൻ എ ആണ് 15. സോ ആൻസർ 15 ആണ്. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. ഒരു ദശാംശ സംഖ്യകളുടെ ഫ്രാക്ഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക് എന്താണ്. 0.3 അല്ലേ? 0.0036 ഇൻറ്റു അടുത്ത് എന്താണ്? 0.0000064 ബൈ ഹോൾ ഡിവൈഡ് ബൈ താഴെ ആരുണ്ട്? ഒരു 3 3 6 0 6 അല്ലേ? ഓക്കെ, ഇടുന്ന 0-ൻ്റെ എണ്ണമൊക്കെ കുറവാണെങ്കിൽ എനിക്ക് തെറ്റ് പറ്റും, നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. 4 0.0008 ഓക്കെ അല്ലേ? ശരിയാണെന്ന് തോന്നണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മുകളിൽ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ടെന്ന് ആകെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കി 1 2 3 4 5 6 7 8 9 10 11 11 സ്ഥാനങ്ങളുണ്ട്. താഴെയോ 1 2 3 4 5 6 7 അല്ലേ? 8 9 10 11 12 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ചെയ്തു നോക്കാം. തെറ്റുന്നെങ്കിൽ നമുക്ക് ദശാംശ സ്ഥാനം ഞാൻ എഴുതിയില്ലേ, ക്വസ്റ്റ്യൻ ചെയ്തത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നോക്കിയേ, നമുക്ക് ഏറ്റവും കൂടുതൽ ദശാംശ സ്ഥാനങ്ങൾ ഇവിടെ അല്ലേ? ഇവിടെ 1 അല്ലേ ഉള്ളൂ ഒരു സ്ഥാനത്തിൻ്റെ. അതായത് ഇവിടെ 11 ഇവിടെ 12 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 12 പൂജ്യങ്ങളുള്ള സംഖ്യ കൊണ്ട് ഇവിടെ ഗുണിക്കും. നമ്മൾ അങ്ങനെയല്ലേ ദശാംശം മാറ്റുന്നത്, അങ്ങനെയല്ലേ? എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അത്രയും പൂജ്യങ്ങളുള്ള സംഖ്യ. ഇപ്പോൾ താഴെ 2 ദശാംശ സ്ഥാനം ഉണ്ടെങ്കിൽ 100 കൊണ്ട് ഗുണിക്കും, 3 ദശാംശ സ്ഥാനം ഉണ്ടെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കും. ഇവിടെ 12 ദശാംശ സ്ഥാനം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ 12 1ഉം 12 പൂജ്യമുള്ള സംഖ്യയിട്ട് ഗുണിക്കും. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. മുകളിൽ 1ഉം 11 പൂജ്യമുള്ള എന്ത് ചെയ്യും? സംഖ്യയിട്ട് ഗുണിക്കും. അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല. താഴെ 12 പൂജ്യങ്ങളുള്ള സംഖ്യയിട്ട് ഗുണിച്ചാൽ മുകളിലും 12. അത് ഏറ്റവും കൂടുതൽ ഏത്? അതിനാണ് പ്രയോറിറ്റി. സോ നമ്മൾ ഇതുകൊണ്ട് 12 പൂജ്യങ്ങളുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കും. ഇവിടെ 11. അപ്പോൾ ഇതിനൊരു ഉടായ്പൊക്കെ ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 12 പൂജ്യങ്ങളുള്ള സംഖ്യയുണ്ട്, ഇവിടെയും 12 പൂജ്യങ്ങളുള്ള സംഖ്യയുണ്ട്. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 12 സ്ഥാനമുണ്ട്. അപ്പോൾ ഈ 12 പൂജ്യങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യും? ഈ 12 സ്ഥാനം അങ്ങ് മാറും. ദശാംശം മാറിയിട്ട് 6 × 8 എന്നാവും. എപ്പോൾ? ഈ 12 പൂജ്യങ്ങൾ നമ്മൾ എന്തിനാണ് 12 പൂജ്യം ഇട്ടത്? ഈ ദശാംശം മാറ്റാനല്ലേ? അപ്പോൾ 12 ദശാംശമുണ്ട്, 12 പൂജ്യമുണ്ട്. അപ്പോൾ 12 പൂജ്യത്തിന് എടുത്ത് വെച്ചുകൊണ്ട് ഈ ദശാംശങ്ങൾ എന്ത് ചെയ്യും? അങ്ങ് മാറ്റും. ഇനി ഇവിടെ എന്തുണ്ട്? ഇവിടെയും 12 പൂജ്യമുണ്ട്, പക്ഷേ എത്ര സ്ഥാനമേ ഉള്ളൂ? 11 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ 11 സ്ഥാനം മാറാൻ എത്ര പൂജ്യം മതി? 11 പൂജ്യം മതി. ശരിയല്ലേ? അപ്പോൾ ഈ 12 എണ്ണത്തിൽ നിന്ന് 11 പൂജ്യം എടുത്തുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടുത്തെ സ്ഥാനങ്ങളൊക്കെ അങ്ങ് മാറും. ഒരു പൂജ്യം അവിടെ ബാക്കി കിടക്കും, അതായത് ഒരു 10 അവിടെ ബാക്കി കിടക്കും. ബാക്കി 11 കൂടെ 12 പൂജ്യം ഇല്ലേ? അപ്പോൾ ആ 11 പൂജ്യം എടുത്തെങ്കിൽ ദശാംശം മാറ്റും, ബാക്കി ഒരു 10 പൂജ്യം കിടക്കും. ഇതാണ് റിയൽ മെത്തേഡ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യാനുള്ള പരിപാടി എന്താണ്? നോക്കിയേ, ഇവിടെ 11 ഇവിടെ 12 അല്ലേ? തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് 1 അല്ലേ? ഡിഫറൻസ് 1 അല്ലേ? 1. അപ്പോൾ കുറവ് എവിടെയാണ്? കുറവ് 11 അല്ലേ? ഇവിടെ അല്ലേ? എങ്കിൽ അവിടെ 1 ഒരു പൂജ്യം ഇടണം. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 13 ആണെന്ന് വിചാരിച്ചേ, ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് 2 അല്ലേ? എങ്കിൽ ഇവിടെ 100 ഇടണം. കുറവുള്ള എവിടെയാണോ അവിടെ ആ ഡിഫറൻസിൻ്റെ അത്രയും പൂജ്യം ഇടണം. ഇങ്ങനെ ഉടായ്പടം ഉണ്ട്. മെത്തേഡ് എപ്പോഴും ലോജിക്ക് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് എന്ത് വരും? നമ്മൾ എങ്ങനെ പറഞ്ഞാലും 12 - 11 1, അതായത് ഒരു പൂജ്യം കൊടുക്കണം. എവിടെ കൊടുക്കണം? കുറവിൻ്റെ അവിടെ കൊടുക്കണം എന്ന് പഠിച്ചാലും, ഇനി 12 പൂജ്യങ്ങൾ കൊണ്ട് ഗുണിക്കുമെന്ന് പഠിച്ചാലും പൂജ്യം വരുന്ന എവിടെയായിരിക്കും? മുകളിലായിരിക്കും. ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ മാറിയിട്ട് ദശാംശമൊക്കെ മാറും. അങ്ങനെ ഗുണിച്ച് കഴിയുമ്പോൾ 12 പൂജ്യങ്ങളുടെ സംഖ്യ കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ ദശാംശമൊക്കെ മാറും. ഇവിടെ താഴെ എന്ത് സംഭവിക്കും? താഴെ ദശാംശം മാറി 6 × 8 എന്നാവും. കാര്യം 12 പൂജ്യങ്ങളുണ്ട്, ഇവിടെ 12 സ്ഥാനങ്ങളും ഉണ്ട്. അപ്പോൾ 12 സ്ഥാനങ്ങളങ്ങ് മാറും. പക്ഷേ ഇവിടെയോ? ഇവിടെ 12 പൂജ്യങ്ങളുണ്ട് അല്ലേ? സോറി, 12 പൂജ്യത്തിൽ 12 പൂജ്യങ്ങളുണ്ട്. പക്ഷേ അതിൽ 11 പൂജ്യം മതി. 11 പൂജ്യം എടുത്തുകൊണ്ട് എന്താവും? ഇത് 36 × 64 എന്ന് മാറും. പിന്നെ ഒരു പൂജ്യം ഇവിടെ ബാക്കി കിടക്കും, ഒരു 10. ക്ലിയർ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൺഫ്യൂസിങ് ആയി പോകരുത്. ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. കത്തിയില്ലെങ്കിൽ എന്നോട് പറയാം. ഒന്നുകിൽ നമുക്ക് ലൈവ് എടുക്കുന്ന ദിവസം അത് ക്ലിയർ ചെയ്ത് തരാം, അതല്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ട് കേട്ടോ. ഒന്ന് നോക്കിയേ, 6 6 36 വെട്ടി, 8 8 64 വെട്ടി, 6 48 × 10 480. ഓപ്ഷനിൽ സി ആണ് ഓപ്ഷൻ 480. അപ്പോൾ ഇതാണ് മെത്തേഡ്. ക്ലിയർ ആയെന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഈ ദശാംശ സംഖ്യയിലേക്ക് എത്തുമ്പോൾ നമുക്കിതും കൂടെ ഒന്ന് പറയാം.
ഫ്രാക്ഷൻ ദശാംശസംഖ്യകൾ പഠിക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ അല്ലേ? സോ ഇതാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ. നിങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞ പോലെ ബുക്കിൽ എഴുതി വെച്ചുവെങ്കിൽ അതിന് സൈഡിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് എഴുതി വെച്ചേക്കുക. നിങ്ങൾക്കത് പബ്ലിക്കലി പറയാൻ നിങ്ങൾ മനസ്സ് ഓക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് പിന്നീട് പോകുമ്പോൾ ഇതിന് മാറ്റമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന രീതിയെക്കുറിച്ച്, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തായാലും നിങ്ങൾ നെഗറ്റീവ് കമൻറ്റുകളായാലും എന്തായാലും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കുക. നമുക്ക് അറിയണം എങ്ങനെയാണ് നമ്മുടെ പോക്കെന്നുള്ളത്. നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ലെവലും നമുക്കൊന്ന് അറിയണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.